നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡ്രോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പള്ളി വലിയകുളത്ത് റോഡിൽ നിലയുറപ്പിച്ച് കാട്ടാനക്കൂട്ടം, ആശങ്കയിൽ യാത്രക്കാർ. വെള്ളിക്കുളങ്ങര വനത്തിലെ ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ സന്ദർശനം നടത്തി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. ആരോഗ്യ പരിപാലനം എല്ലാവർക്കും സാധ്യമാക്കാൻ ലക്ഷ്യമിട്ട് മുപ്ലിയത്ത് ആരംഭിച്ച ഓപ്പൺ ജിം ജനപ്രിയമാകുന്നു. RTO ചലാൻ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഹരിയാന സ്വദേശിയായ യുവതി അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പള്ളി വലിയകുളത്ത് റോഡിൽ നിലയുറപ്പിച്ച് കാട്ടാനക്കൂട്ടം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാന തോട്ടത്തിലും റോഡിലുമായി തമ്പടിച്ചിരിക്കുകയാണ്. വാഹനയാത്രക്കാർ പലപ്പോഴും ആനയുടെ മുൻപിൽ പെടാറുണ്ട്. കാട്ടാനകൾ കൂട്ടമായി റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതുവഴി കടന്ന യാത്രക്കാർ ഏറെ ആശങ്കയോടെയാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത്. കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യം രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് മേഖലയിൽ ഉണ്ടാകുന്നത്. വെള്ളിക്കുളങ്ങര വനത്തിലെ ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. ആദിവാസി ഉന്നതികളിലെയും അംഗനവാടികളിലെയും വിദ്യാലയങ്ങളിലെയും ഭക്ഷ്യഭദ്രതാ പദ്ധതികൾ സംബന്ധിച്ച് വിലയിരുത്തുന്നതിനായാണ് ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, കമ്മീഷൻ അംഗങ്ങളായ ഷീല വിജയകുമാർ, മുരുകേഷ് എന്നിവരാണ് വ്യാഴാഴ്ച ശാസ്താംപൂവം ഉന്നതി സന്ദർശിച്ചത്. ഉന്നതിയിലെ വീടുകളിലെത്തിയ കമ്മീഷൻ ചെയർമാൻ അരി ഉൾപ്പെടെയുള്ള റേഷൻ സാധനങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് ആദിവാസി വീട്ടമ്മമാരോട് ചോദിച്ചറിഞ്ഞു. ഉന്നതിയിലെ അങ്കണവാടിയുടെ പ്രവർത്തനം പരിശോധിച്ച കമ്മീഷൻ രജിസ്റ്ററുകൾ പരിശോധിക്കുകയും അങ്കണവാടിയിലെ അടുക്കളയിലെത്തി ഭക്ഷണകാര്യങ്ങൾ സംബന്ധിച്ച് ജീവനക്കാരോടും കുട്ടികളോടും അന്വേഷിച്ചു. ഉന്നതിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും ആദിവാസി കുടുംബങ്ങളുമായി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും സംസാരിച്ചു. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാർ എന്നിവർക്കുള്ള പോഷകാഹാര വിതരണം സുഗമമായി നടക്കുന്നുണ്ടെന്നും കമ്മീഷൻ ഉറപ്പുവരുത്തി. തുടർന്ന് വെള്ളിക്കുളങ്ങര സർക്കാർ UP സ്കൂൾ സന്ദർശിച്ച കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ വിതരണത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തി. ഒരു പരാതികളും നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് റേഷൻ വിതരണം വളരെ ഭംഗിയായി നടക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഉദ്യോഗസ്ഥരോടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. ശാസ്താംപൂവ വീടുകളിൽ സന്ദർശിക്കുകയുണ്ടായി ആ ഉന്നതിയിൽ. കൂടാതെ തന്നെ കമ്മ്യൂണിറ്റി ഹാളിൽ അവിടെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ദേശവാസികളെയും വിളിച്ച് നമ്മളൊരു മീറ്റിംഗ് നടത്തി. അവിടെയും എല്ലാം വളരെ സുഗമമായി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചത്. വെള്ളിക്കുളങ്ങര UP സ്കൂൾ GUP സ്കൂളിലെത്തി. ഈ സ്കൂളിൻ്റെ ഉച്ചഭക്ഷണ പദ്ധതികളെല്ലാം നന്നായി നടക്കുന്നു. രജിസ്റ്ററുകളെല്ലാം നന്നായി നമ്മൾ പരിശോധിച്ചു. ഇവിടുത്തെ കിച്ചൺ പരിശോധിച്ചു, ഇവിടുത്തെ ഭക്ഷണശാല പരിശോധിച്ചു. എല്ലാം വളരെ നല്ല രീതിയിൽ, വളരെ ചിട്ടയോടുകൂടി നടക്കുന്നു. ഇവിടുത്തെ ഉച്ചഭക്ഷണ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ അതുപോലെ രുചി രജിസ്റ്ററും മറ്റും വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ജില്ലാ സപ്ലൈ ഓഫീസർ DJ ആശ, താലൂക്ക് സപ്ലൈ ഓഫീസർ PS പ്രവീൺ, തഹസിൽദാർ KA ജേക്കബ്, ജില്ലാ ട്രൈബൽ ഓഫീസർ M ശശി, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ LB പ്രദീപ് കുമാർ, ചാലക്കുടി അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസർ PB നിഷ, ശാസ്താംപൂവം ഊരുമൂപ്പൻ സേവ്യർ, ആദിവാസി ക്ഷേമ പ്രവർത്തകൻ ജോയ് കാവുങ്ങൽ, CPI വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി ഷൈജു കാട്ടുങ്ങൽ എന്നിവരും കമ്മീഷനോടൊപ്പം ആദിവാസി ഉന്നതിയിൽ എത്തിയിരുന്നു. മുപ്ലിയം നിവാസികൾക്ക് ഇനി ശരിക്കും മസിൽ പിടിക്കാം. ആരോഗ്യപൂർണമായ സമൂഹത്തെ വാർത്തെടുക്കാനും ആരോഗ്യ പരിപാലനം എല്ലാവർക്കും സാധ്യമാക്കാനും ലക്ഷ്യമിട്ട് മുപ്ലിയം പ്രദേശത്ത് ആരംഭിച്ച ഓപ്പൺ ജിം ജനപ്രിയമാകുന്നു. പ്രഭാത നടത്തം മാത്രമായി ഒതുങ്ങുന്ന നാട്ടിൻപുറങ്ങളിലെ ആരോഗ്യ പരിപാലനത്തിന് പുതിയ ശീലങ്ങളെ പരിചയപ്പെടുത്തുകയാണ് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുപ്ലിയം നിവാസികൾ. നഗരപ്രദേശങ്ങളിൽ വ്യാപകമാകുന്ന ഫിറ്റ്നസ് സെന്റർ എന്ന ആശയത്തെ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്ക് കൂടി സാധ്യമാക്കുകയാണ് വാർഡ് മെമ്പറായിരുന്ന അജിത സുധാകരൻ തൻ്റെ ദീർഘവീക്ഷണത്തിലൂടെ. വാർഡ് വിഭജനത്തിലൂടെ 14ാം വാർഡായി പുനഃക്രമീകരിക്കപ്പെട്ട പ്രദേശത്ത് പുതുക്കുളത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് 7 ലക്ഷം രൂപ ചെലവിൽ മനോഹരമായ ഓപ്പൺ ജിം സ്ഥാപിച്ചത്. പുലർച്ചെ 4:30 മുതൽ 9 വരെയും വൈകിട്ട് 5 മുതൽ 10 വരെയും സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ഓപ്പൺ ജിമ്മിൽ വ്യായാമത്തിനെത്തുന്നത്.
ഇത് വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ആദ്യമായിട്ടുള്ളൊരു പരിപാടിയാണ് ഓപ്പൺ ജിം കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ നാട്ടുകാരൊക്കെ വളരെ സന്തോഷമാണ്. എല്ലാവരും അത് ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ സ്ത്രീജനങ്ങളും എല്ലാവരും വരുന്നുണ്ട്. എല്ലാം വളരെ നല്ലൊരു കാര്യം, വളരെ സന്തോഷം. പഞ്ചായത്തിന് വളരെ നല്ലൊരു കാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇത് കുറേ കൂടി നവീകരണ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുളത്തിൻ്റെ. എയർ വാക്കർ, ചെസ്റ്റ് പ്രസ്, ട്രിപ്പിൾ ട്വിസ്റ്റർ, ലെഗ് പ്രസ്, റോവർ, ഷോൾഡർ ബിൽഡർ, സിറ്റപ്പ് ബോർഡ്, സ്കൈ വാക്കർ, സർഫ് ബോർഡ്, ക്രോസ് ട്രെയിനർ, ബാക്ക് എക്സ്റ്റൻഷൻ, പുഷപ്പ് ബാർ, ആംപാഡിൽ ബൈക്ക്, ഹോഴ്സ് റൈഡർ, സിംഗിൾ ബാർ എന്നിങ്ങനെയുള്ള ഉപകരണങ്ങളിലൂടെ തങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ഇവർ. അപ്പം 4:30 തുടങ്ങി ഇവിടെ വൈകിട്ട് ഒരു 10 മണി, രാത്രി 10 മണി വരെ ഇടവിടാതെ ആൾക്കാർ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഞങ്ങൾ സ്ത്രീകൾക്കാണ് ഏറ്റവും ഉപകാരം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ വന്ന് ചെയ്യാമെന്നുള്ള ആഗ്രഹം വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരോടും കൂടി പറയുന്നത് വന്ന് നിങ്ങൾ ചെയ്യും, നിങ്ങളുടെ ശരീരത്തിന് നല്ലതായ വ്യായാമമാണ്. അപ്പോൾ ആണുങ്ങളും സ്ത്രീകളും എല്ലാവരും വന്ന്, കുട്ടികളും ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടുതൽ വിപുലമാക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അടുത്ത ഘട്ടമായി ഓപ്പൺ ജിമ്മിനോട് ചേർന്ന് കിടക്കുന്ന പുതുക്കുളം കെട്ടി സംരക്ഷിച്ച് നടപ്പാത നിർമ്മാണവും മറ്റ് നവീകരണ പ്രവർത്തനങ്ങളും കൂടി നടക്കുന്നതോടെ ഈ പ്രദേശം നാട്ടുകാർക്ക് ഒത്തുകൂടാനുള്ള പ്രിയപ്പെട്ട ഒരു ഇടമായി മാറും. അതെ, മുപ്ലിയം നിവാസികൾക്ക് ഇനി ശരിക്കും മസില് പിടിക്കാം. പ്രഭാത സായാഹ്നങ്ങളിൽ വ്യായാമത്തിനായി നിരവധി പേരെത്തുന്ന ഓപ്പൺ ജിമ്മിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ പരിപാലനം കുറ്റമറ്റതാക്കുക എന്നതാണ് ഇനി ഇവരുടെ ചുമതല. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരുപാട് വനിതകൾ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ രാവിലെ തൊട്ടായാലും രാത്രി 11 മണി വരെ നല്ല തിരക്ക് തന്നെയാണ്. രാവിലെ ഒരു 10-11 മണി ആവണ വരെയുണ്ട്. പകലാണെങ്കിൽ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ 11 മണി വരെ നല്ല തിരക്കാണ്. ഇപ്പോൾ ഈ തുടങ്ങുന്ന തിരക്കിന് കൂടെ ഉള്ളൂ. മുപ്ലിയം നിവാസികളുടെ ആരോഗ്യശീലങ്ങൾ മാറുകയാണ്. വെളുപ്പാൻ കാലത്തും സായാഹ്നങ്ങളിലും നല്ല നടപ്പിനൊപ്പം ഓപ്പൺ ജിമ്മിൽ അല്പം കസർത്തും. സ്ത്രീകളും കുട്ടികളും വയോധികരും ഒക്കെയുണ്ട് അവരിൽ. നഗരവാസികളിൽ മാത്രമുണ്ടായിരുന്ന വ്യായാമശീലങ്ങൾ നാട്ടിൻപുറങ്ങളിലും വ്യാപകമാവുകയാണ്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. RTO ചലാൻ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഹരിയാന സ്വദേശിയായ യുവതിയെ ഹരിയാനയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. RTO ചലാൻ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഹരിയാന സ്വദേശിയായ യുവതിയെ ഹരിയാനയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഹരിയാന ഫരീദാബാദ് സ്വദേശി 23 വയസ്സുള്ള ലക്ഷ്മിയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരന് കൺസ്ട്രക്ഷൻ വർക്കാണ്. ബിസിനസ് സംബന്ധമായ ആവശ്യത്തിനായി പണം എടുക്കുന്നതിനായി ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് മാനേജർ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് പരാതിക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 2025 സെപ്റ്റംബർ 29-ന് 3 തവണകളായി 9,90,000 രൂപ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതായി അറിഞ്ഞത്. തുടർന്ന് പരാതിക്കാരൻ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് പരാതിക്കാരൻ ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറയിലെ ജില്ലാ പോലീസ് ആസ്ഥാനത്തുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി ഫോൺ പരിശോധിപ്പിച്ചിരുന്നു. ഇതിൽ നിന്നാണ് ഫോണിൽ വന്ന ഏതോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനെ തുടർന്ന് ഫോണിൽ RTO ചലാൻ എന്ന APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരുന്നുവെന്നും അതുവഴി ഫോൺ ഹാക്ക് ചെയ്താണ് അക്കൗണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്തതെന്നും അറിഞ്ഞത്. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് പ്രകാരം കേസെടുക്കുകയായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ലക്ഷ്മി പിടിയിലായത്. ദേശീയ ഗണിത ശാസ്ത്രോത്സവത്തിൽ തിളങ്ങി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ദർശിക ഷിനിൽ. ദേശീയ ഗണിത ശാസ്ത്രോത്സവത്തിൽ തിളങ്ങി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ദർശിക ഷിനിൽ. പഞ്ചാബ് ജലന്ധറിൽ വെച്ച് നടന്ന വിദ്യാഭാരതി ദേശീയ ഗണിത ശാസ്ത്രോത്സവത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചാണ് ദർശിക പങ്കെടുത്തത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദർശിക ഷിനിൽ വർക്കിംഗ് മോഡൽ വിഭാഗത്തിൽ 3ാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത്. ഇന്റർനാഷണൽ ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവലിന്റെ 9ാം പതിപ്പിന് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ വേദിയാകുന്നു. 2026 ജനുവരി 15 മുതൽ 20 വരെ 6 ദിവസങ്ങളിലായാണ് ചലച്ചിത്രമേള അരങ്ങേറുക. ഇന്റർനാഷണൽ ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവലിൻ്റെ 9ാം പതിപ്പിന് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ വേദിയാകുന്നു.
2026 ജനുവരി 15 മുതൽ 20 വരെ 6 ദിവസങ്ങളിലായാണ് ചലച്ചിത്രമേള അരങ്ങേറുക. നഗരത്തിലെ പ്രമുഖ തിയേറ്ററുകളും കോളേജ് ക്യാമ്പസുകളും ഉൾപ്പെടെ 7 കേന്ദ്രങ്ങളിലായാണ് ഇത്തവണ മേള സംഘടിപ്പിക്കുന്നത്. കൈരളി, ശ്രീ കോംപ്ലക്സ്, ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, സെൻറ് തോമസ് കോളേജ്, വിമല കോളേജ്, കേരളവർമ്മ കോളേജ്, സെൻറ് മേരീസ് കോളേജ്, സി അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിലാണ് പ്രദർശനങ്ങൾ നടക്കുക. ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകർക്ക് ഫോക്ലോർ പ്രമേയമാക്കിയുള്ള തങ്ങളുടെ സൃഷ്ടികൾ സമർപ്പിക്കാവുന്നതാണ്. എൻട്രികൾ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 30. ലഭിക്കുന്ന എൻട്രികളിൽ നിന്ന് ജൂറി തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങളുടെ ഔദ്യോഗിക പട്ടിക ഡിസംബർ 15 പ്രസിദ്ധീകരിക്കും. ഈ ചിത്രങ്ങളാണ് ജനുവരി 15 മുതൽ 20 വരെ വിവിധ വേദികളിലായി സിനിമാ സാംസ്കാരിക ആസ്വാദകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും മേളയുടെ ഭാഗമാകാൻ അവസരമൊരുക്കുന്ന തരത്തിലാണ് ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത്. ഫോൺ 7907 196843, 8129888569, ഇമെയിൽ folkfilmsindia@gmail.com, വെബ്സൈറ്റ് www.ifft.in. ഇനി കാണാം ഇൻഫോ ടോക്ക്. അടുക്കളയിലെ പ്രധാനപ്പെട്ട ചേരുവയാണ് ജീരകം എന്ന് പറയുന്നത്. കറികൾക്ക് രുചിയും മണവും നൽകാൻ മാത്രമല്ല മറ്റ് ആരോഗ്യ ഗുണങ്ങളും ജീരകത്തിനുണ്ട്. ദിവസവും ജീരകവെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ജീരകം വെള്ളത്തിൽ തിളപ്പിച്ചു കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ, ഇരുമ്പ്, മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ ആവശ്യധാതുക്കൾ, വൈറ്റമിനുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ജീരകം. ജീരകവെള്ളം ഒരു സ്വാഭാവിക ദഹന ടോണിക്കായി പ്രവർത്തിക്കുന്നു. ജീരകവെള്ളം അസിഡിറ്റിയും വയറുവേദനയും ഒഴിവാക്കാൻ സഹായിക്കുന്നു. കൂടാതെ ദഹനക്കേടിൽ നിന്ന് ആശ്വാസം നൽകുന്നു. ദഹനം മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ മെറ്റബോളിസം സാധാരണ നിലയിലാകാൻ തുടങ്ങും. നിങ്ങൾക്ക് മന്ദഗതിയിലുള്ള ഉപാപചയ നിരക്ക് ഉണ്ടെങ്കിൽ ജീരകവെള്ളം കുടിക്കുക. ഇത് ഊർജ്ജനില മെച്ചപ്പെടുത്തുക ചെയ്യുന്നു. ജീരകം ശരീരത്തിലെ കൊഴുപ്പ് കൂടുതൽ ഫലപ്രദമായി കുറയ്ക്കാൻ സഹായിക്കുന്നു. ജീരകവെള്ളം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വെറും വയറ്റിൽ ജീരകവെള്ളം കുടിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ജീരകവെള്ളം കുടിക്കുന്നത് പഞ്ചസാരയോടുള്ള ആസക്തി കുറയുകയും ദിവസം മുഴുവൻ ക്ഷീണം കുറയുകയും ചെയ്യും. ജീരകത്തിലെ ആന്റി ഓക്സിഡന്റുകൾ പാൻഡിയാൻഡ്രിക് കോശങ്ങളെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ദീർഘകാല ഉപാപചയ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ജീരകവെള്ളത്തിൽ ഇരുമ്പ്, ആന്റി ഓക്സിഡന്റുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു. ജീരകവെള്ളത്തിന്റെ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. രാവിലെ വെറും വയറ്റിൽ ജീരകവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ല സമയം. ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും ഉച്ച കഴിഞ്ഞുള്ള പതിവ് ക്ഷീണം തടയുന്നതിനും സഹായിക്കുന്നു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചെമ്പുച്ചിറ GHS സ്കൂളിൽ HST മാത്സ് തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളുമായി വെള്ളിയാഴ്ച രാവിലെ 11 സ്കൂളിൽ നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാവുക. ഫോൺ 0482780035. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,790 രൂപ, പവന് 94,320 രൂപ. കല്ലൂർ കരുവാൻകുന്ന് പട്ടാണി വീട്ടിൽ സുഹറ അന്തരിച്ചു. 47 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. നൌഷാദാണ് ഭർത്താവ്. ദിൽഷാന, അർഷാന, മുൻസീർ എന്നിവർ മക്കളും. മുൻസീർ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി വലിയകുളത്ത് റോഡിൽ നിലയുറപ്പിച്ച് കാട്ടാനക്കൂട്ടം, ആശങ്കയിൽ യാത്രക്കാർ.
വെള്ളിക്കുളങ്ങര വനത്തിലെ ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ സന്ദർശനം നടത്തി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. ആരോഗ്യ പരിപാലനം എല്ലാവർക്കും സാധ്യമാക്കാൻ ലക്ഷ്യമിട്ട് മുപ്ലിയത്ത് ആരംഭിച്ച ഓപ്പൺ ജിം ജനപ്രിയമാകുന്നു. RTO ചലാൻ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഹരിയാന സ്വദേശിയായ യുവതി അറസ്റ്റിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.